ലാസ്റ്റ് ഫിഷിങ്ങിന് പോയിട്ട് വലുതായിട്ട് മീനൊന്നും കിട്ടാത്തതിൻ്റെ നിരാശയിൽ ഞങ്ങൾ അടുത്ത് വന്നിട്ടുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് കേട്ടോ. ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു സ്പോട്ടിൽ നിന്ന് വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ഏകദേശം ഒരു മുക്കാൽ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ആ 3 മോസ്ക് കാണാം, പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏകദേശം ഒരു പാർട്ടൊക്കെ കാണാം കേട്ടോ. ഷിപ്പ് വരുന്നതൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശമൊക്കെ കാണാൻ പറ്റും. പിന്നെന്താണ് വിഴിഞ്ഞം മാർക്കറ്റൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം നൈറ്റ് റൈഡ് വന്നപ്പോഴത്തേക്കും ഞാനും അബിയും ആദർശേട്ടനും ഏട്ടനൊക്കെ ആയിട്ട് ഈ ഒരു സ്പോട്ട് വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാൽ മീനൊന്നും കിട്ടാതെ പോവേണ്ടി വരത്തില്ല എന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തത്. അപ്പം ഇത്തവണ നമ്മൾ ഫീഡായിട്ട് യൂസ് ചെയ്തത് കൊഞ്ചാണ് കേട്ടോ. നല്ല പിടയ്ക്കുന്ന കൊഞ്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശേട്ടുന്ന ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിടയ്ക്കുന്ന കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊഞ്ചാണ് ഫീഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏട്ടെന്താ റീലൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കങ്കൂസിൽ മറ്റേ ചൂണ്ടയിട്ടിട്ടാണ് ഏട്ടൻ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മീൻ ആദർശേട്ടൻ എന്നെ കിട്ടിയ കേട്ടോ. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ക്ലിയർ വാട്ടറിൽ സ്കൂൾ ഓഫ് ഫിഷസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ അക്യൂരത്തിലൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ മോഡൽ ഓഫ് ഫിഷാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ല, ഇത് ആദർശന് കിട്ടിയ മീനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പല പല വെറൈറ്റി കളേഴ്സ് ഓഫ് ഫിഷ് നമുക്ക് കാണാൻ പറ്റി. നമുക്ക് ആ കരയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വാട്ടർ നല്ല ക്ലിയർ ആണ്. അപ്പോൾ ആ ഒരു സൺറൈസ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ മീനൊക്കെ പോകുന്നത് കാണാൻ പറ്റും. നമുക്ക് ഈ അക്യൂറത്തിലേക്ക് കാണുന്ന പോലത്തെ ഒരു ഫിഷൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പല പല കളേഴ്സ്, യെല്ലോ ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഏഞ്ചൽ ഫിഷ് ഉണ്ടല്ലോ, അതുപോലത്തെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത്യാവശ്യത്തിന് കുറേ ഫിഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലുതും ചെറുതൊക്കെ ആയിട്ട് ഏകദേശം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, റീലിൽ മാത്രമല്ല കേട്ടോ, നമ്മളിങ്ങനെ കങ്കൂസിൽ ചൂണ്ടയിട്ടില്ലേ, അതിലും ഫിഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഉച്ചയിൽ വെയിൽ അടിക്കുന്ന സമയത്താണ് നമ്മൾ ഫിഷിങ്ങിനെന്നും പറഞ്ഞ് പോയത്. എല്ലാവരും ഇവിടെ ഫിഷിങ്ങൊക്കെ തന്നെ തകൃതിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്തു. അപ്പോൾ എന്താണ്, എന്നെ യദുവിനെയും ഏട്ടൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും ഫിഷിങ്ങിന് വേണ്ടി പോയി.